ഇത് നമ്മുടെ ഫൊഹോവയുടെ പുതിയ ഡിവൈസാണ്. പോർട്ടബിൾ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഡിവൈസ്. ബ്യൂട്ടിഫുൾ ഡിവൈസാണ്. നിങ്ങൾക്ക് കാണാം, ഇതിൽ നമ്മുടെ ഫൊഹോവയുടെ ലോഗോ ഉണ്ട്. ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഡിവൈസാണ്. ഇതിന് കമ്പനി നല്ലൊരു പോച്ച് തന്നിട്ടുണ്ട്. ഈ പോച്ചിലിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. ബോക്സ് ഉണ്ട്, ബോക്സിന് പകരം പോച്ചും യൂസ് ചെയ്യാം. ഇതിനി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇവിടെ 4 സ്വിച്ച് കാണാം. ഒന്ന് പവർ സ്വിച്ച്, ഒന്ന് പോസ് ആൻഡ് പ്ലേ ബട്ടൺ, മറ്റൊന്ന് മോഡ് ബട്ടൺ, മറ്റൊന്ന് ടൈമർ. നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൊഹോവ എന്നുള്ള പേരോടുകൂടി ഓണാവും. അതാണ് ഏറ്റവും ബ്യൂട്ടി. ഫൊഹോവ എന്നുള്ള എഴുത്തും കാണാൻ പറ്റും. ഓണായി കഴിഞ്ഞാൽ ഇപ്പോൾ M1-ലാണുള്ളത്. M1 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉണ്ടാക്കുന്ന മോഡ്. അതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്. വീണ്ടും പ്രസ് ചെയ്താൽ വീണ്ടും 5 മിനിറ്റ്സിലേക്ക് വരും. ഇനി നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സാണ് ഉപയോഗിക്കേണ്ടത്. വെള്ളം അല്ലാതെ സ്റ്റീൽ ഗ്ലാസ്സോ മെറ്റൽ ഗ്ലാസ്സോ ഒന്നും ഉപയോഗിക്കരുത്. ഈ ഗ്ലാസ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ സ്റ്റാർട്ട് ബട്ടൺ അല്ലെങ്കിൽ പോസ് ബട്ടൺ, ഈ ബട്ടൺ ഉണ്ടല്ലോ, ഇത് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഈ 5 മിനിറ്റാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. 5, 10, 15 മിനിറ്റ് വെക്കാം നമ്മുടെ സമയത്തിനനുസരിച്ച്. 15 മിനിറ്റ് വെച്ച് യൂസ് ചെയ്താൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഇനി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈമർ കൗണ്ട് ഡൗൺ ആയി. അതായത് വെള്ളം മാഗ്നറ്റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെള്ളത്തിന് നമുക്ക് ഒരു ചേഞ്ചസും കാണാൻ സാധിക്കുന്നില്ല. വെള്ളം അനങ്ങുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ കമ്പനി നമുക്കൊരു മാഗ്നറ്റിക് ക്യാപ്സ്യൂൾ തന്നിട്ടുണ്ട്. ഇത് ഇതിനകത്ത് ഇട്ട് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇതിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജമ്പായിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ജമ്പായിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെ ചുറ്റുന്നതായിട്ട് അല്ലേ. ഇത് വളരെ ചുഴി പോലെ ചുറ്റുന്നതായിട്ടുണ്ടാവും. ആ ചുഴി പോലെ ഇത് ചുറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഓൾറെഡി ഇതിനകത്ത് ക്യാപ്സ്യൂൾ ഇട്ടതിന് ശേഷം ഗ്ലാസ് ഇതിൻ്റെ മേലെ വെക്കണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. സോ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് വെള്ളത്തിൽ ക്യാപ്സ്യൂൾ ഇടുന്നു. അതിനുശേഷം ഇത് മെഷീൻ ഓഫ് ചെയ്യുന്നു. ഓക്കെ, സോ ദെൻ മെഷീൻ ഓൺ ചെയ്യുന്നു. ടൈമർ 5 മിനിറ്റ്സ് തന്നെ ഉണ്ട്. ഓൺ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കിത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി റൊട്ടേറ്റ് ചെയ്യണമെന്നില്ല. റൊട്ടേറ്റ് ചെയ്യാണ്ട് ജമ്പ് ചെയ്താലും അത് മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ആളുകളെ കാണിക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ആയിരിക്കും. ഇത് എപ്പോഴും ഈ ക്യാപ്സ്യൂൾ ഈ വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോർ ടെസ്റ്റിംഗ്, പുതിയ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്യാപ്സ്യൂൾ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇല്ല, ക്യാപ്സ്യൂൾ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് വെള്ളം അതിൻ്റെ മേലെ വെച്ചാൽ മതി. 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത് ക്യാപ്സ്യൂൾ ഉള്ളത്. ഇനി ക്യാപ്സ്യൂൾ ഇല്ലാത്ത വെള്ളം ഇതിങ്ങനെ കൊടുക്കും. സോ ഇത് ആ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ബീപ്പ് ഡൗൺ ആയിട്ട് ബി വന്ന് ഓഫ് ആവും. അപ്പോൾ നമുക്ക് എടുത്ത് കുടിക്കാം. ഇനി ഈ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് ക്യാരി ചെയ്യാനോ കുപ്പിയിൽ കൊണ്ടു നടക്കാനൊന്നും പറ്റത്തില്ല. വെള്ളം എപ്പോൾ ആവശ്യമുണ്ടോ കുടിക്കാൻ തോന്നുന്നു അപ്പം 5 മിനിറ്റ് മാഗ്നറ്റൈസ്ഡ് ചെയ്യുക, കുടിക്കുക. അതാണ് അതിൻ്റെ സിസ്റ്റം. ഓക്കെ, കാരണം മാഗ്നറ്റൈസ് പവർ വെള്ളത്തിൽ ഒരുപാട് നേരം നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കുടിച്ച് ഞാൻ ബെനിഫിറ്റ് ബോഡി കിട്ടും. ഓക്കെ, ഇതാണ് വെള്ളം മാഗ്നറ്റൈസ് ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്കറിയാം 3 ടൈമിംഗ് ഉണ്ട്, 5, 10, 15. അപ്പോൾ ഈ മാഗ്നറ്റൈസ്ഡ് ക്യാപ്സ്യൂൾ എപ്പോഴും ഇടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളിങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി, ഇത് മാഗ്നറ്റൈസ്ഡ് ആയിക്കോളും. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് മോഡ് 2 ആണ് ഞാൻ നമുക്കിനി കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഒന്ന് ഓഫ് ചെയ്യാണ്. ലോങ് പ്രസ്. ഇവിടെ ബാറ്ററിയുടെ സിമ്പിൾ നിങ്ങൾക്ക് കാണാം, ഏകദേശം തീരാനായി. ഫൊഹോവ എഴുത്ത് കാണാം. ബാറ്ററിയുടെ സിമ്പിൾ 2 കട്ടേ ഉള്ളൂ. ആ ബാറ്ററിയുടെ സിമ്പിൾ കാണാം. അത് കാണുന്നതിനനുസരിച്ച് നമുക്ക് മൊബൈൽ ചാർജർ കൊണ്ട് തന്നെ റീചാർജ് ചെയ്യാവുന്നതാണ്. C-pin ആണ്. അപ്പോൾ ഇതാണ് മോഡ് ചേഞ്ച് ചെയ്യുന്ന ബട്ടൺ. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ M1 നിന്ന് M2ലേക്ക് വരും. M2ലേക്ക് കഴിഞ്ഞാൽ ടൈമർ നമുക്ക് 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ വരെ പോകാം. അത് വീണ്ടും 5 മിനിറ്റ്സിലേക്ക് വരും. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് ഡൗൺ അഗൈൻ സ്റ്റാർട്ടാവും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ, 2 മണിക്കൂർ, 5 മണിക്കൂർ വെക്കാം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോഴാണ് ഈ ഷൂമോൺ റെസൊണൻസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ടായിരിക്കുന്നത്. ഓൾറെഡി വെള്ളം വെക്കുമ്പോൾ അത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഷൂമോൺ റെസൊണൻസ് മാത്രമാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം വേവ്സിനെ ക്രിയേറ്റ് ചെയ്യും. ആ വേവ്സ് നമ്മുടെ ബ്രെയിൻ വേവ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളെ ബ്രെയിനിനെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാനും ബ്രെയിനിനെ കാമൻ കൂളാക്കി വെക്കാനും നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. പൊതുവെ TCMൽ പറഞ്ഞാൽ നമ്മളെ പോസിറ്റീവ് എനർജിനെ കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു വേവ്സ് ആണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓഫീസിലോ വീട്ടിലൊക്കെ ഇത് എപ്പോഴും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റിവിറ്റീനെ ദൂരെ വെക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജിയാണ് ഇതിനകത്ത് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫൊഹോവയ്ക്ക് മാത്രമുള്ള ഒരു യൂണീക്ക് പ്രോഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക. വളരെ ചെറിയ വിലയ്ക്കാണ് ഇപ്പോൾ കമ്പനി വിട്ടിരിക്കുന്നത്.
എല്ലാ വീടുകളിലും ഇത് എത്തിക്കുക. എല്ലാവരും ലോങ്ങിവിറ്റി ഫോർവേഡ് കൂടെ ലോങ്ങിവിറ്റി എൻജോയ് ചെയ്യുക. കൂടുതൽ കാലം മരിക്കുന്നവരെ ആരോഗ്യപരമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഉദ്ദേശം. അത് നമുക്ക് എല്ലാ വീടുകളിലും എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. ബൈ.